നമ്മുടെ പ്രതിനിധികൾ വിവിധയിടങ്ങളിൽ നിന്ന് ചേരുന്നു. അരുൺ സോളമൻ, സൈഫുനിസ് ആലിയാർ, AK അഭിലാഷ്. ആദ്യം അരുൺ സോളമനിലേക്ക് ചാല മാർക്കറ്റിൽ നിന്ന്, അതിനുശേഷം എറണാകുളം മാർക്കറ്റിലേക്ക് പോകാം. പാളയം മാർക്കറ്റിൽ നിന്ന് AK അഭിലാഷും നമുക്കൊപ്പം ചേരും. അരുൺ സോളമൻ, സവാള, വെളുത്തുള്ളി, തക്കാളി എങ്ങനെയാ വില നിലവാരം ഇന്ന്? അരുൺ, തീർച്ചയായിട്ടും അരുൺ പറഞ്ഞ 3 സാധനങ്ങളും ഇപ്പോൾ വില കയറ്റമുണ്ടായിരിക്കുന്നു എന്നുള്ളതാണ്. ഇന്നിപ്പോൾ ഞാനിപ്പോൾ ഉള്ളത് ചാല മാർക്കറ്റിലാണ്. തക്കാളി കഴിഞ്ഞ ദിവസത്തേക്കാളും വില കയറി എന്നുള്ളതാണ്. നിലവിൽ ഒരു പെട്ടിക്ക് ഇന്നലത്തേന് ശേഷം ഇന്നിപ്പോൾ 200 രൂപയാണ് വില കയറിയിരിക്കുന്നത്. അതായത് ഇന്നലെ ഒരു പെട്ടിക്ക് 650 രൂപയായിരുന്നു ഹോൾസെയിൽ വില. ഇന്നിപ്പോൾ അത് 850 രൂപ ആയി എന്നുള്ളതാണ് നമുക്ക് അറിയാൻ കഴിഞ്ഞത്. ഞാനിപ്പോൾ ചാല മാർക്കറ്റിലെ നമ്മുടെ ശിശുപാലൻ ചേട്ടൻ്റെ അടുത്താണുള്ളത്. ഇവിടെ പ്രധാനമായും ശിശുപാലൻ ചേട്ടൻ പറയുന്നത് ഈ മഴ, തുടർച്ചയായിട്ടുള്ള മഴ, തമിഴ്നാട്ടിൽ പെയ്യുന്ന മഴ കാരണം ഈ തക്കാളി നല്ല ക്വാളിറ്റി തക്കാളികളല്ല വരുന്നത്. അതും ഈ വിലക്കയറ്റത്തിനെ ബാധിച്ചിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ്. ശിശുപാലൻ ചേട്ടാ, എങ്ങനെയുണ്ട് വിലക്കയറ്റം? എങ്ങനെയുണ്ട്? സാരമായി ബാധിച്ചിട്ടുണ്ടോ? ബാധിച്ചിട്ടുണ്ട്. 200 രൂപ കൂടിയിട്ടുണ്ട്. 650 രൂപ ആയിരുന്നു ഞായറാഴ്ച. ഇന്ന് തിങ്കളാഴ്ച ആയപ്പോൾ 850 രൂപയായി. അതിൻ്റെ പ്രത്യേക കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മഴയാണ്. അവിടെ മഴയത്ത് സാധനം വരണത് മോശമാവും. 1 കിലോ തക്കാളി 27 കിലോ ഒരു ബോക്സിൽ വരണ തക്കാളിയിൽ 2 കിലോ വരെ വേസ്റ്റ് ഉണ്ട്. ഇത് വേസ്റ്റാണ്. ഇത് ആർക്കും കൊടുക്കാൻ പറ്റില്ല, നാട്ടുകാർ കൊടുക്കാൻ പറ്റില്ല. അതാണ് സംഭവങ്ങൾ. നിങ്ങൾക്ക് ഈ വാങ്ങുന്നതിൽ നിന്ന് ഒരുപാട് നഷ്ടം ഉണ്ടാകുന്നുണ്ട്. ഇപ്പോൾ നമ്മളിവിടുന്ന് എടുത്ത് വയ്ക്കണമില്ലേ. അപ്പോൾ 25 കിലോ 24 കിലോ തക്കാളി തൂക്കാൻ കിട്ടും. നമുക്ക് 33 രൂപ 34 രൂപ വിലയായി. ഇവിടെ വിൽക്കണത് 30 രൂപയ്ക്കാണ്. ചേട്ടാ, ഒരു പെട്ടി വരുമ്പോൾ എത്ര നഷ്ടം ഉണ്ടാവും അതിൽ? ഒരു പെട്ടിയിൽ നമുക്ക് 75-100 രൂപ വരെ നഷ്ടം വരും. നമുക്ക് ചില്ലറ കച്ചവടക്കാർക്ക് നഷ്ടം വരും. പ്രധാനമായിട്ട് ഇപ്പോൾ ഈ ചാല റോഡും പണി നടക്കുകയാണ്. ഇതുവരെ പൂർത്തിയായിട്ടില്ല. ഒരുപാട് മാസങ്ങളായി. പൊളിച്ചത് കാരണം ഒരു മനുഷ്യനും ഇങ്ങോട്ട് വരണില്ല, സാധനം വാങ്ങാൻ വരണില്ല. അതുകൊണ്ട് ചാല മാർക്കറ്റ് തിങ്കളാഴ്ച ദിവസമായിട്ട് ചാല മാർക്കറ്റ് കിടക്കുന്നുണ്ടാവും. ഒരു മനുഷ്യനില്ല, കച്ചവടക്കാർ മാത്രമേ ഉള്ളൂ, വ്യാപാരികൾ മാത്രമേ ഉള്ളൂ, വാങ്ങാൻ ആളില്ല. ഇതാണ് സംഭവം. അരുൺ, പ്രധാനമായിട്ടും ഇപ്പോൾ നിലവിൽ വില കൂടിയിരിക്കുന്നത് വെളുത്തുള്ളി, ഇഞ്ചി, അതുപോലെ തന്നെ ഈ തക്കാളി, സവാള ഇന്നിപ്പോൾ 80 രൂപ ആയി എന്നുള്ളതാണ് നമുക്ക് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. ഇതിൽ ചെറുനാരങ്ങ ഇന്നിപ്പോൾ 20 രൂപ വില കുറഞ്ഞു എന്നുള്ളത് കൂടി അറിയാൻ കഴിയുന്നു. കഴിഞ്ഞ ദിവസം 120 രൂപയായിരുന്ന ചെറുനാരങ്ങ ഇന്നിപ്പോൾ 100 രൂപയായിട്ടുണ്ട്. അതേസമയം വെളുത്തുള്ളി 400 രൂപയായിരിക്കുകയാണ്. കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് ഈ വില ഈ റെക്കോർഡ് വിലയിൽ നിൽക്കുകയാണ് എന്നുള്ളതാണ്. അതിലൊരു മാറ്റവും ഉണ്ടായിട്ടില്ല. ഇത് ഫസ്റ്റ് ക്വാളിറ്റി വിലയാണ് ഈ 400 രൂപ. സെക്കൻഡ് ക്വാളിറ്റി എന്ന് പറയുമ്പോൾ 380 രൂപയായിട്ട് തുടരുന്നു എന്നുള്ളത് തന്നെയാണ്. ഇതിൽ പ്രധാനമായും ഇവിടെയുള്ള വ്യാപാരികൾ, പ്രധാനമായും ചാല മാർക്കറ്റിനെ സംബന്ധിച്ച് വ്യാപാരികൾ ഏറെ അവരുടെ സങ്കടം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഇപ്പോൾ കച്ചവടക്കാരെത്തുന്നില്ല. അതുകൊണ്ട് തന്നെ പുറത്തെ ഹൈപ്പർ മാർക്കറ്റുകളിൽ ഇതിനേക്കാൾ വിലയിൽ വിൽക്കുന്നു എന്നുള്ളത് തന്നെയാണ്. തിരുവനന്തപുരത്തെ സംബന്ധിച്ച് ലുലു മാൾ, പോത്തീസ് അടക്കമുള്ള ഹൈപ്പർ മാർക്കറ്റുകളിൽ വിലക്കയറ്റം ഉണ്ട് എന്നുള്ളതാണ്. ഞാനിപ്പോൾ ഇവിടെ നമ്മുടെ പ്രധാനമായ ചാല മാർക്കറ്റിൽ ഈ സവാള വിൽക്കുന്ന ഒരു ഇടമുണ്ട്. ചേട്ടാ, എങ്ങനെയുണ്ട് സവാള വില? എങ്ങനെയുണ്ട്? സവാള വില ഇപ്പോൾ കൂടുതലാണ്. അതിൽ പച്ച സവാള ഇപ്പം തമിഴ്നാട്ടിൽ നിന്ന് വരുന്നുണ്ട്. അതിൻ്റെ വില 50-60ഒക്കെയാണ്. നമ്മളെ പൂന സവാളയൊക്കെ ഇപ്പം 80 രൂപ മേളിലാണ്. പൂന സവാള എന്ന് പറയുമ്പോൾ എവിടെ നിന്നാണ് വരുന്നത്? മഹാരാഷ്ട്രയിൽ നിന്ന് തന്നെ വരുന്നത്. ഇപ്പം നമുക്ക് ആശ്രയം ഇപ്പം തമിഴ്നാടാണ്. ബാംഗ്ലൂർ സവാള വരുന്നത്. തമിഴ്നാടിന് എങ്ങനെയുണ്ട് വില? വില 40 രൂപയ്ക്കുണ്ട്, 50 രൂപയ്ക്കുണ്ട്. സാധാരണക്കാർക്ക് അത് വാങ്ങിക്കാം. പിന്നെ ഹോട്ടലുകാർക്ക് അത് പറ്റത്തില്ല. ഈ ഹോട്ടലുകാർ ഈ വാണിജ്യ ആവശ്യത്തിന് വേണ്ടിയിട്ട് ഈ പൂന സവാളാണ് ഏറ്റവും കൂടുതൽ വിൽക്കുന്നത് അല്ലേ? പൂന സവാള അവർക്ക് ഇന്ത്യൻസിനൊക്കെ പറ്റുള്ളൂ. കറിക്കും കാര്യങ്ങളൊക്കെ ആണെങ്കിൽ ഉണക്ക സവാള വേണം. പച്ച സവാള അത് മധുരിക്കും, അവർക്കത് നഷ്ടമാണ്. അതുപോലെ എണ്ണയിൽ വശകി വരാനും പാടാണ്. പിന്നെ സാധാരണക്കാർ, ഹിന്ദിക്കാർക്കൊക്കെ അവർക്ക് ഒരു നേട്ടമാണ് ഈ തമിഴ്നാട് സവാള. മഹാരാഷ്ട്ര സവാള അവർക്ക് മുതലാവും. എന്താ ഇപ്പോൾ പ്രധാനപ്പെട്ട കാരണം എന്താണ് ഇങ്ങനെ വില കയറാൻ കാരണം? ഒരു മഴ, ഇടക്കാലത്ത് മഴ, അത് പിന്നെ കൃഷികളൊക്കെ വെള്ളത്തിലായിപ്പോയി. അതുകൊണ്ട് മഹാരാഷ്ട്ര സവാള ഇപ്പം വരവില്ല. വരുന്നത് ഭയങ്കര ഡിമാൻഡാണ്. അങ്ങനെയാണ്. വെളുത്തുള്ളി എങ്ങനെയുണ്ട്? 4 മാസം കൊണ്ട് റേറ്റ് കൂടുതലാണ്. അതും മഴയുടെ ഒരു കാരണമായിരുന്നു. 4 മാസമായി 400 തന്നെയാണ് നിൽക്കുന്നത്? ഇല്ല, 380 നല്ല ക്വാളിറ്റി വെളുത്തുള്ളി 400 രൂപ ആ റേഞ്ചിനാണ് ഇപ്പോൾ 4 മാസം കൊണ്ട് വന്നുകൊണ്ടിരിക്കുന്നത്. എങ്ങനെയുണ്ട് ചാനലിലെ വിൽപ്പന? എങ്ങനെയുണ്ട് പൊതുവിൽ? ഇപ്പോൾ റോഡ് കംപ്ലീറ്റും ഇവിടെ മോശമായ രീതിയിൽ തോണ്ടിയും പണിയും നടക്കുന്നതുകൊണ്ട് വളരെ ബുദ്ധിമുട്ടാണ്. വെളുത്തുള്ളിയുടെ വില കൂടി ഒന്ന് ചോദിക്കുമോ? അവിടെ എത്രയാണ്? പിന്നെ ഇന്ത്യക്കാരുടെ വൈകുന്നേരത്തെ ഒരു തിരക്ക് മാത്രമേ ജോലി കഴിഞ്ഞ് അവർ ഈ ചിക്കനും മീനും കൊണ്ടുകൊണ്ട് ഇവിടെ വരുന്നതാണ്. അരുൺ, പ്രധാനമായും വെളുത്തുള്ളി 400 രൂപയാണ്. 400 രൂപയായിട്ട് കഴിഞ്ഞ ഒരു മാസമായി 400 രൂപയിൽ തുടരുന്നു. ഇതിൽ സെക്കൻഡ് ക്വാളിറ്റി എന്ന് പറയുന്നത് 380 രൂപയാണ്. 380 അല്ലേ സെക്കൻഡ് ക്വാളിറ്റി? 80. ഫസ്റ്റ് ക്വാളിറ്റി 400. അതെ. ചേട്ടാ, ഇവിടെ എങ്ങനെ തക്കാളി എങ്ങനെ വില വ്യത്യാസമുണ്ടോ തൊട്ടപ്പുറത്ത് നിന്നും? വില വന്നിട്ട് 40-35 തന്നെ. നേരത്തേക്കാളും 10 രൂപ മാറ്റമുണ്ട് കിലോയ്ക്ക്. മാറ്റം. മഴ ഒരു പ്രശ്നം തന്നെയാണ്. മഴ തന്നെ കാരണം. മഴ പറഞ്ഞാൽ തന്നെ സാധനങ്ങൾ ഇങ്ങനെ ആയിപ്പോയത്. സാധാരണക്കാർ വരുമ്പോൾ എങ്ങനെ അവരുടെ ഒരു മനോഭാവം എങ്ങനെയാണ് വാങ്ങുമ്പോൾ? ഇപ്പോൾ വലിയ വിലയെന്ന് പറയാൻ വലിയ 100-120 രൂപ കിട്ടുമ്പോൾ 40 രൂപ 35 വലിയ വിലയെന്ന് പറയാൻ പറ്റില്ല. കാരണം ഇന്നത്തെ സാഹചര്യത്തിൽ തക്കാളി വലിയ വിലയല്ല. കാരണം അല്ലെങ്കിൽ 120 രൂപ വെയിറ്റല്ലേ വെളിയിൽ, പിന്നെ 20 രൂപയിൽ വന്നു.
അതുകൊണ്ട് ഇതിപ്പോൾ വില കൂടിയും കുറഞ്ഞിരിക്കും. ഈ മഴയായിട്ടുള്ള ഒറ്റ പ്രശ്നത്തിലാണ് ചെറിയൊരു വ്യത്യാസം വന്നു. നഷ്ടം ഉണ്ടാവുന്നുണ്ടോ മഴ കാരണം? നമുക്ക് മഴയാകുമ്പോൾ കച്ചവടം കുറയുമ്പോൾ ഈ കൊണ്ടുവന്ന സാധനം അടിവല് വരും. കാരണം നമ്മൾ പൊട്ടിക്കുമ്പോൾ ഈ മഴയത്ത് വരുമ്പോൾ ഈ എടുത്ത് പൊളിക്കുമ്പോൾ പകുതി കൂടി കേടായി വരും. അങ്ങനെ കാരണം വെള്ളം നനഞ്ഞ് വരുന്ന സാധനമല്ലേ. അതുകൊണ്ട് അത് നോക്കിയെടുത്തില്ലെങ്കിൽ അതിന് നമുക്ക് നഷ്ടം വരും. അതുകൊണ്ട് വ്യാപാരികൾ കുറച്ചേ ഇറക്കുള്ളൂ. തക്കാളി പ്രധാനമായിട്ട് തമിഴ്നാട് തന്നെയാണോ ആശ്രയം? ബാംഗ്ലൂർ ബാംഗ്ലൂരിൽ നിന്ന് വരുന്നുണ്ട്. ഈ ബാംഗ്ലൂരിൽ വരുന്ന തക്കാളിയാണോ വില കുറവ്? അതിന് ബാംഗ്ലൂർ തന്നെ മെയിൻ ലോഡ് ബാംഗ്ലൂരിട്ടാന്ന് പറഞ്ഞു. പിന്നെ ഇതിൻ്റെ വിശദമായ വിവരം വേണമെന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞുതരാം. ഒരാളെ പറയാം. ഇതുകൊണ്ട് പട്ടയിക്കണ്ട സുൽബി, അത് ഹോൾസെയിൽ കടയാണ്. അത് അവൻ്റെ ചോദിച്ചാൽ അവൻ വിശദമായിട്ട് എല്ലാ കാര്യവും. ഓക്കെ, ഉരുളക്കിഴങ്ങ് ഇഞ്ചിയൊക്കെ എങ്ങനെയാണ് വില? ഉരുളക്കിഴങ്ങ് നോർമൽ വിലയാണ്. ഇപ്പം 40 രൂപ 50 രൂപ റേഞ്ചിന്. ഈ പച്ച ഇഞ്ചിക്ക് എങ്ങനെയാണ് വില? പച്ച ഇഞ്ചി ഇവിടെ 60 രൂപയാണ് വരുന്നത്. നമ്മൾ പിന്നെ 70 വിൽക്കുന്നുണ്ട്, 80 വിൽക്കണം, 100 രൂപ വിൽക്കുന്നുണ്ട്. 200 രൂപയ്ക്ക് വിൽക്കുന്നു പറഞ്ഞല്ലോ. അതെങ്ങനെ? ആ ക്വാളിറ്റിയുടെ വ്യത്യാസം എന്താണ്? നമ്മളെ വയനാട് ഇഞ്ചിയാണ്, മുറ്റ ഇഞ്ചി. അതിപ്പോൾ ഈ മഴ സമയത്ത് അത് ഉണക്കാൻ പറ്റിയില്ല അവർക്ക്. അതുകൊണ്ട് ആ ഇഞ്ചി ഇപ്പം ചാലേ വരുന്നില്ല. എല്ലായിടത്തും പച്ച ഇഞ്ചി തന്നെയാണ്. അരുൺ, നമ്മുടെ ദുരന്തം നടന്ന വയനാട്ടിൽ നിന്നും ഇഞ്ചി വരുന്നുണ്ട്. അതാണ് ഏറ്റവും വിലയുള്ള ഇഞ്ചി. 200 രൂപയ്ക്ക് ഇവിടെ വിൽക്കുന്നു എന്നുള്ളത് തന്നെയാണ്. പലതരത്തിൽ 80 രൂപ 60 രൂപ ഇങ്ങനെ പലതരത്തിൽ വിൽപ്പനയുണ്ട്. അത്തരത്തിൽ വില വ്യത്യാസമുണ്ട് എന്നുള്ളത് തന്നെയാണ്. പ്രധാനമായും ഇവിടെയുള്ള ഈ കച്ചവടക്കാർ പ്രധാനമായും അവർ ആശങ്ക വെക്കുന്നത് ഇടപെട്ടുള്ള മഴയാണ്. തമിഴ്നാടായാലും മഹാരാഷ്ട്ര, ബാംഗ്ലൂർ ഈ സ്ഥലങ്ങളിൽ നിന്നാണ് പ്രധാനമായും ഈ ഇവിടെ എത്തുന്ന പച്ചക്കറികൾ, ഉള്ളി അടക്കമുള്ള സാധനങ്ങൾ എത്തുന്നത്. ഇത്തരത്തിൽ പല സംസ്ഥാനങ്ങളിൽ നിന്നാണ് ഈ ഇടപെട്ടുള്ള ഇങ്ങനെ പോയാൽ ഉള്ളിക്കറി ഉപേക്ഷിക്കേണ്ടി വരും. സവാളയും അതേപോലെ ഇഞ്ചിയും പിന്നെ നമ്മുടെ വെളുത്തുള്ളിയും ഒക്കെ ഇട്ട് മൂപ്പിക്കുന്ന മീൻകറി അടക്കം നമുക്ക് ഉപേക്ഷിക്കേണ്ടി വരും. ആ സാഹചര്യത്തിലേക്കാണ് കാര്യങ്ങളുടെ പോക്ക്. തീർച്ചയായിട്ടും അരുൺ, ഇപ്പോൾ അവർ പറയുന്നത് തന്നെ ഈ അന്യസംസ്ഥാന തൊഴിലാളികൾ ഏറ്റവും കൂടുതൽ ആശ്രയിക്കുന്നത് വില കുറഞ്ഞ സാധനങ്ങൾ എങ്ങനെ വാങ്ങാമെന്നുള്ളതാണ്. ഇവിടെ ഇപ്പോൾ സവാള തന്നെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഈ മഹാരാഷ്ട്രയിൽ നിന്ന് വരുന്ന സവാളക്കാണ് ഏറ്റവും കൂടുതൽ വില എന്നുള്ളത്. 80 രൂപയാണ്. കഴിഞ്ഞ ഒരു 2-3 മാസങ്ങൾക്ക് മുന്നേ 50 രൂപ 60 രൂപയിൽ നിന്ന് സവാളയാണ് ഇപ്പോൾ 80 രൂപയായിരിക്കുന്നത്. ഇത്തരത്തിൽ വില കയറ്റം ഉണ്ടാകുമ്പോൾ സാധാരണക്കാർ ഏറ്റവും കൂടുതൽ ആശ്രയിക്കുന്നത് വെളുത്തുള്ളി, സവാള, തക്കാളി പോലുള്ള ഈ വെജിറ്റബിൾസാണ്. അപ്പോൾ ആ പച്ചക്കറികൾക്കാണ് ഇപ്പോൾ വില കയറ്റം ഉണ്ടായിരിക്കുന്നത്. അതിന് പുറമെ അരുൺ, ഇതിന് ചാല മാർക്കറ്റിനെ സംബന്ധിച്ച് നഗരസഭയ്ക്ക് പരിധിയിൽ വരുന്ന ഒരു മാർക്കറ്റാണ്. ഇവിടുത്തെ ഈ റോഡ് പ്രശ്നം കൂടി നമ്മൾ അഡ്രസ്സ് ചെയ്യണം. കാരണം കഴിഞ്ഞ ഒരു 6 മാസത്തിലുപരിയായി ഈ റോഡ് പൊളിച്ചിട്ടിരിക്കുന്നു. കഴിഞ്ഞ 2-3 സമയത്തെ മഴയത്ത് ഈ ചാല മാർക്കറ്റിൽ വെള്ളക്കയറ്റം ഉണ്ടായി. പച്ചക്കറി വിൽപ്പന നടത്താൻ പറ്റാതെ കഴിഞ്ഞ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ നമ്മൾ പല ഘട്ടങ്ങളിലായിട്ട് റിപ്പോർട്ട് ചെയ്തിരുന്ന കാര്യമാണ്. അതിലിപ്പോഴും മാറ്റം ഉണ്ടായിട്ടില്ല എന്നുള്ളത് തന്നെയാണ് അരുൺ ഇതിൽ പ്രധാനപ്പെട്ട. അല്ല, ഈ ആ റോഡ് എന്താ ഇപ്പോൾ ശരിയാക്കാത്തത്? എന്താ പ്രശ്നം? ഈ മറ്റെന്തെങ്കിലും ലൈനുകൾ വലിക്കുന്നതിനോ വെള്ളം കൊണ്ടുപോകുന്നതിനോ ഒക്കെ വേണ്ടിയാണോ റോഡ് പൊളിച്ചിട്ടത്? അരുൺ കേൾക്കാമോ? അരുൺ കേൾക്കാമോ? അരുൺ സോളമൻ, തലസ്ഥാനത്തും പച്ചക്കറിക്ക് വില കൂടുന്നു. പ്രത്യേകിച്ച് വെളുത്തുള്ളിക്ക് നല്ല വിലയാണ്, സവാളയ്ക്ക് നല്ല വിലയാണ്. ഇപ്പോൾ തക്കാളിയുടെ വില 10 രൂപ കണ്ട് കൂടിയിരിക്കുന്നു എന്നാണ് ഇപ്പോൾ ചാല മാർക്കറ്റിൽ ആളുകൾ പറയുന്നത്. ചാല മാർക്കറ്റിലെ കച്ചവടക്കാർക്ക് വലിയ ബുദ്ധിമുട്ടാണ്. ആ മാർക്കറ്റിൻ്റെ തൊട്ട് മുന്നിലുള്ള റോഡ് പൊളിച്ചിട്ടിട്ട് 6 മാസമായി. അവിടെ കോർപ്പറേഷൻ തിരിഞ്ഞു നോക്കുന്നില്ല എന്നാണ് കച്ചവടക്കാർ പറയുന്നത്. നമുക്ക് ചാലയിലെ വിശേഷങ്ങളാണ്